ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അജിത് കുമാറിനെ നായകനാക്കി മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയാണല്ലോ വിടാമുയർച്ചി. ചിത്രത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലുക്കുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ നേരത്തെ പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനേക്കാൾ മികച്ചു നിൽക്കുന്ന രണ്ട് ലുക്കുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിലെ വൻ വിജയം നേടിയെടുത്ത രൺബീർ കപൂറിന്റെ റെക്കോർഡ് വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ അനിമൽ. ചിത്രത്തിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണ് പ്രഭാസ് നായകനെ എത്തുന്ന സ്പിരിറ്റ്. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്നൊരു വമ്പൻ റൂമർ നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കുമല്ലോ. ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കാനായിട്ടിരിക്കുന്ന സ്പിരിറ്റ് എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിലേക്ക് പരിഗണിക്കുന്ന കൊറിയൻ സിനിമകളിലൂടെ ഏറെ ജനപ്രീതി നേടിയെടുത്ത ഡോൺലിയെ ആണെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കാത്തിരിക്കൂ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. സീതാരാമം, കൽക്കി എന്നീ സിനിമകളുടെ നിർമ്മാതാക്കളുടെ അടുത്ത സിനിമയിൽ ദുൽഖർ നായകനെ എത്തുന്നു. വൈജയന്തി ഫിലിംസ് നിർമ്മിക്കുന്ന അടുത്ത ദുൽഖർ സിനിമയുടെ പ്രഖ്യാപനം ഈ ജൂലൈ മാസം അവസാനത്തോടെ ദുൽഖറിന്റെ ജന്മദിനത്തിൽ പുറത്തുവരും. സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമ ലക്കി ഭാസ്കർ, കാന്ത എന്നീ സിനിമകൾക്ക് പിന്നാലെയുള്ള അടുത്ത ദുൽഖറിന്റെ തെലുഗു സിനിമയാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നൊരു മലയാളം സിനിമയുടെ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനെ എത്തുന്ന സിനിമയുടെ പേര് ഇടിയൻ ചന്തു എന്നാണ്. ചിത്രം ഒരു ആക്ഷൻ പാക്ഡ് എന്റർടൈനർ സിനിമയാണ്. ടീസർ മികച്ചു നിൽക്കുന്നു. ഒരു RDX തല്ലുമല വൈബെല്ലാം തന്നെയാണ് ചിത്രത്തിന്റെ ടീസർ നൽകുന്നത്. പീറ്റർ ഹീനാണ് സിനിമയ്ക്ക് ആക്ഷൻ ഒരുക്കുന്നത്. ഇടിയൻ ചന്തു ജൂലൈ 19 തിയേറ്ററുകളിലേക്ക് എത്തുക. ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് കോംബോയുടെ ഒരു എന്റർടൈനർ സിനിമയാണ് അഡിയോസ് അമിഗോസ്. ചിത്രത്തിലെ മണ്ണേ നമ്പി എന്ന വരികളിൽ തുടങ്ങുന്ന ഒരു ഗാനം പുറത്തു വന്നിരിക്കുകയാണ്. വളരെ മികച്ചൊരു വീഡിയോ ഗാനം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡെപ്സി ആലപിച്ച ഗാനത്തിന് ഗോപി സുന്ദർ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നാനി നായകനെ എത്തുന്ന സിരിപ്പോദ ശനിവാരം എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മലയാളത്തിൽ സൂര്യ സാറ്റർഡേ എന്ന പേരിൽ വരാനിരിക്കുന്ന സിനിമ ഓഗസ്റ്റ് അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിൽ ഒരു ക്യാരക്ടർ പോസ്റ്റർ എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് വേഷത്തിലെ പ്രിയങ്ക മോഹൻ അവതരിപ്പിക്കുന്ന ചാരുലത എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ദേവദൂതൻ തിയേറ്ററുകളിലേക്ക് റീ റിലീസിനായിട്ട് ഒരുങ്ങുന്ന ലാലേട്ടന്റെ അടുത്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ. ചിത്രത്തിന്റെ ട്രെയിലർ ഈ വരുന്ന ജൂലൈ 9 റിലീസ് ചെയ്യും. ജൂലൈ 9 വൈകിട്ട് 6 മണിക്കായിരിക്കും ദേവദൂതന്റെ ട്രെയിലർ റിലീസ് ചെയ്യുക. അന്നേ ദിവസം റിലീസ് തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾ കേട്ട്.